കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പെരുമ്പാമ്പ്. പറമ്പ് വൃത്തിയാക്കാൻ വന്ന സ്ത്രീകളാണ് പാമ്പിനെ കണ്ടത്. ഉടൻ പിടികൂടുമെന്ന് അധികൃതർ അറിയിച്ചു. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, വനവകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ സ്നേക്ക് റെസ്ക്യൂവർ ആരെങ്കിലും ഉടനെ എത്തുമോ? ഗൂഗിൾ സ്നേക്ക് റെസ്ക്യൂവർ ഇതിനോടകം തന്നെ ഈ ക്യാമ്പസ് പരിസരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ ക്യാമ്പസിന്റെ വിവിധ ഇടങ്ങളൊക്കെ ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാടൊക്കെ വെട്ടി ശുചീകരിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത് ശുചീകരിക്കുന്ന സ്ത്രീകൾ ആണ് ഈ പെരുമ്പാമ്പിനെ കണ്ട സാഹചര്യം ഉണ്ടായത്. ഉടനെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെയുള്ള ചെറിയൊരു വെള്ളം നിറഞ്ഞിട്ടുള്ള ചെറിയൊരു ഭാഗമുണ്ട്, അവിടേക്ക് നീങ്ങുകയായിരുന്നു. തുടർന്ന് ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമായി ഈ സ്നേക്ക് റെസ്ക്യൂവർ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം എത്തിയപ്പോൾ ആ വെള്ളത്തിലാണ് ഈ പാമ്പുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിനെപ്പോൾ ഇവിടേക്ക് പുറത്തേക്ക് കയറ്റുകയാണ്. ഇവരൊക്കെ പറയുന്നത് നിരന്തരം ഇവിടെ ഈ പാമ്പിൻ്റെ സാന്നിധ്യമുണ്ട്. പെരുമ്പാമ്പെന്ന് മാത്രമല്ല മൂർഖനടക്കമുള്ള പാമ്പുകളുടെ സാന്നിധ്യം നിരന്തരം ഇവിടെ ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെയാണോ ഇത് കണ്ടത് ചേച്ചി? നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. നമ്മളെ വീട്ടിൽ അധികം ഈ മൂർഖൻ്റെ ശല്യം നിരന്തരം ഉണ്ട്. ജനൽ തുറക്കുമ്പോൾ എല്ലാം പുറത്തേക്ക് ഇങ്ങനെ കാണും പുറത്ത്. പിന്നെ എൻ്റെ മോള് ഒരു ദിവസം ഇങ്ങനെ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വരാൻ നോക്കുമ്പോൾ അകത്ത് കണ്ട് അങ്ങനെ വീണ് കയ്യിലൊടിഞ്ഞ് എക്സാം വരെ +1 എക്സാം ഇവരാ കണ്ടേ. അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചോദിച്ചേ, ഇപ്പോൾ നമ്മളെ വീട്ടിൽ തേങ്ങ ഇപ്പുറം വീക്കും, അപ്പോൾ ഒന്ന് അപ്പുറം ഇട്ടിടണേന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ഉണ്ട് മലമ്പാമ്പുണ്ട്. അങ്ങനെ വലുതാന്നാ പറഞ്ഞത്, നല്ല വലിപ്പുണ്ട്. ഇതിങ്ങനെ ഗൂഗിൾ ക്യാമ്പസിനകത്ത് തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ ആശങ്കയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും വേഗം പിടികൂടണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. എന്തായാലും അതിന്റെ പശ്ചാത്തലത്തിൽ സ്നേക്ക് റെസ്ക്യൂവർ എത്തി ഇപ്പോൾ ഈ പാമ്പിനെ പിടികൂടുന്ന നടപടിയാണ് നമ്മൾ കാണുന്നത്. അതിനെ ഈ വെള്ളത്തിൽ പൂണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയത്തിന് തന്നെ പിടികൂടി ഇവിടുന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിപ്പോൾ കാട് വെട്ടി തെളിച്ചതുകൊണ്ടാണ് കൂടുതൽ ഇതിനെ കണ്ടൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ വിദ്യാർത്ഥികളൊക്കെ ഇടപഴകുന്ന ഒരു പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതൊരു ആശങ്ക കൂടിയാണ്. പാമ്പുകളുടെ സാന്നിധ്യം ഇവിടെ നിരന്തരമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ആശങ്ക തന്നെയാണ്. എന്തായാലും ഇതിനെ പിടികൂടി ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഈ സ്നേക്ക് റെസ്ക്യൂവറിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ ഈ ക്യാമ്പസിന്റെ മറ്റ് ഭാഗങ്ങളും വെട്ടിത്തെളിക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും വേഗം തന്നെ പിടികൂടണമെന്നുള്ള ആവശ്യം ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തുണ്ട്. അതിനോടൊപ്പം തന്നെ സ്നേക്ക് റെസ്ക്യൂവറും എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ ഇതിനെ പിടികൂടി കൊണ്ടുപോകുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അറിയിക്കുന്നത്. ഗൂഗിൾ നിഖിൽ പ്രമേശാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലാണ്. ഒരുപാട് വിദ്യാർത്ഥികളും ജീവനക്കാരും അധ്യാപകരും ഒക്കെ ഉള്ളിടത്താണ് ഈ പെരുമ്പാമ്പിന്റെ സാന്നിധ്യം. ഏതായാലും കണ്ണിൽപ്പെട്ടു, പിടികൂടാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.